മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മഹാലക്ഷ്മിയും കണ്ണനും കൂടിയിട്ട് വൈദ്യരുടെ അവിടേക്ക് പോകുമ്പോൾ സാഗറെ കാണുകയാണ് കേട്ടോ. അവർ സാഗറോട് പരിഭവമൊന്നും ഇല്ലാതെ നല്ല സ്നേഹത്തോടു കൂടി സംസാരിക്കുകയാണ്. അതിനുശേഷം അവർ വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. വൈദ്യർ പറയും, കണ്ണൻ എന്തായാലും ശരി, കണ്ണൻ്റെ പിറന്നാൾ ദിവസം, അതായത് കാർത്തിക ദിവസം കണ്ണൻ എഴുന്നേറ്റ് നടക്കണം. അതാണ് ഞാൻ മനസ്സിൽ കണക്കാക്കിയത്. അതിന് വേണ്ടിയിട്ട് മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന കൂടിയേ തീരൂ. മഹാലക്ഷ്മി നല്ലതുപോലെ പ്രാർത്ഥിക്കണം. കാരണം ആര് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന മാത്രമേ കേൾക്കുകയുള്ളൂ. കാരണം അത്രയ്ക്കും മഹാലക്ഷ്മിക്ക് ഭർത്താവിനോടുള്ള ഇഷ്ടമുണ്ട് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് ശബരിമലയ്ക്ക് പോകുമ്പോൾ കണ്ണൻ നടന്ന് തന്നെ മല കയറണം, അങ്ങനെയായി ഉണ്ടാവാൻ പാടുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവരെല്ലാവരും ഒരുപാട് മരുന്നുകളും അങ്ങനെ പല സാധനങ്ങളും പരീക്ഷണം പോലെ തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടിയിട്ട് അവിടെയുള്ള സ്റ്റാഫും എല്ലാവരും കൂടിയിട്ട് ഭയങ്കരമായിട്ട് കഠിന പ്രയത്നം ചെയ്യണം കേട്ടോ. കണ്ണനിങ്ങനെ മരുന്നുകളും പച്ചമരുന്നുകളും എല്ലാം ചെയ്യുമ്പോൾ കണ്ണന് ഭയങ്കര വേദനയാണ് കേട്ടോ. കണ്ണന് ദേഹം ആസകലം വേദനയാണ്. കണ്ണനിങ്ങനെ കരയുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോഴും തോമസ് വൈദ്യർ പറയുന്നുണ്ട്, കണ്ണ, നീയും മഹിയുടെ കൂടെ നടക്കുന്നതും കുഞ്ഞുങ്ങളുണ്ടാവുന്നതും എല്ലാ കാര്യങ്ങളും നീ ആലോചിക്കുക. അപ്പോൾ നിനക്ക് ഈ വേദനയൊന്നും ഒരു വേദനയായി തോന്നില്ല എന്നിങ്ങനെ പറയണിട്ട്. ഞാൻ അത് തന്നെ ആലോചിക്കണേ. എന്തായാലും ശരി, എനിക്ക് ഇവിടെ നിന്നും എഴുന്നേറ്റ് നടക്കണം, അത് ഉറപ്പായ കാര്യമാണ് എന്നിങ്ങനെ പറയും. നീ അത് മാത്രം ചിന്തിച്ചാൽ മതി, എങ്കിൽ നിനക്ക് ഈ വേദനയൊന്നും ഒരു വേദനയായി തോന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം അവിടെ മാർക്കോ ഇല്ല, അവർക്ക് കൂട്ടുള്ളത്. അത് പ്രതാപൻ അറിയാം. മാർക്കോ അവിടെ കൂട്ടില്ല എന്ന് പ്രതാപനും മുണ്ണിക്കും എല്ലാവർക്കും അറിയാം. അപ്പോഴേക്കും ആശുപത്രി പോകുമ്പോൾ അവർ പറഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്. ദുർഗാമ്മ എല്ലാവർക്കും വിവരം കൊടുത്തിരിക്കുകയാണ്. അതേസമയം ആ അമ്മ, അദൃശ്യമായിട്ടുള്ള ആ അമ്മ അവർക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കണ്ണന് വേണ്ടി ആ അമ്മ മനമുരുകി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെയാണ് മഹാലക്ഷ്മിയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴേക്കും പ്രതാപൻ ഈ കിടക്കണ കിടപ്പിൽ തന്നെ ഗുണ്ടകളെ വിളിച്ചിട്ട് ഏർപ്പാടാക്കുകയാണ്. ഏതായാലും ശരി, അവിടെ മാർക്കോ ഇല്ല, അവളെ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അവളുടെ ശരീരം കണ്ടിട്ട് നിങ്ങൾ കൊണ്ടുപോകരുത്, അവളെ കിട്ടിയ അപ്പം തന്നെ അതില്ലാതാക്കണം എന്നിങ്ങനെ പറയണം കേട്ടോ. ശരി എന്ന് ആ ഗുണ്ടകൾ പറയണം. ഇതേ സമയം ഉണ്ണി മേഘനാഥനെ കാണാൻ വേണ്ടി ജയിലിൽ പോവുകയാണ് കേട്ടോ. ജയിലിൽ കിടക്കുന്ന മേഘനാഥനെ കാണുമ്പോൾ ഉണ്ണിക്ക് ആകെ വിഷമം വരികയാണ് കേട്ടോ. പേടിക്കണ്ട, എന്തായാലും ശരി, അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പോൾ ഒരു കാരണമില്ലാതെ അവിടെ ആശുപത്രിക്ക് പോകില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകും എന്നിങ്ങനെ പറയുമ്പോൾ മേഘനാഥൻ പറയേണ്ട, അവൻ്റെ മാറ്റം അവസാനമാണ്. കാരണം അവൻ ശബരിമലയ്ക്ക് പോയി വരുമ്പോഴേക്കും അവളെ ഇല്ലാതാക്കണം എന്നിങ്ങനെ പറയണം. അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. എന്തായാലും അമ്മായി അവിടെ വന്നപ്പോഴും കൂടി മേഘേട്ടൻ്റെ ജാമ്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല എന്ന് പറയും. അവരുടെ കരുണയിൽ എനിക്ക് ആ ജാമ്യം വേണ്ട എന്ന് മേഘനാഥൻ പറയണം കേട്ടോ. പിന്നീട് ഉണ്ണി മേഘനാഥനെ ആശ്വസിപ്പിക്കുകയാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കാല് പിടിച്ചിട്ടാലും ശരി മേഘേട്ടനെ ഇവിടെ നിന്നും ഇറക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ആശുപത്രിയിൽ വീണ്ടും ചികിത്സ നടക്കുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അതികഠിനമായ ചികിത്സകളാണ് നടക്കുന്നത്. കണ്ണന് ഒഴിച്ചിലും അവിടെയുള്ള സ്റ്റാഫും എല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ. വൈദ്യർ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, മോള് നന്നായി പ്രാർത്ഥിച്ചാൽ മതി എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം കണ്ണൻ പറയുന്നുണ്ട്, മഹി കുറേ നേരം ഇല്ലേ നിൽക്കണു, മഹി കുറച്ച് പോയി റെസ്റ്റ് എടുക്കുക എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം മഹി റൂമിൽ വന്നിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മഹി മാറി നിൽക്കുകയാണ് കേട്ടോ. എങ്കിലും മഹി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് തന്നെ വൈദ്യരും കൂട്ടാളികളും അവർ കഠിന പ്രയത്നമാണ് ചെയ്യുന്നത് കേട്ടോ. പെട്ടെന്ന് കണ്ണൻ എഴുന്നേറ്റ് ഇരിക്കുകയാണ് കേട്ടോ. അവർക്ക് വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും പെട്ടെന്ന് അത്ഭുതം സംഭവിക്കും പോലെയാണ് നടക്കുന്നത്. അതേസമയം മഹി ഇരിക്കുന്ന റൂമിൽ കോളിംഗ് ബെൽ വന്ന് അടിക്കുകയാണ് കേട്ടോ. കോളിംഗ് ബെൽ വന്ന് അടിച്ചപ്പോൾ മഹി അവിടെ അവിടെയുള്ളവരാരോ ആണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ. പുറത്തേക്ക് വന്നതും ഒരു ഗുണ്ട അങ്ങനെ നമ്മുടെ മഹിയെ മയക്കിയിട്ട് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. കർച്ചീഫിൽ ക്ലോറിഫോം മയക്കാണ്. അത് കൊടുക്കുമ്പോഴേക്കും നമ്മുടെ മഹി അങ്ങനെ മയങ്ങി പോവുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ പക്ഷേ ഒരിക്കലും മഹിയെ കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം മഹിക്കും കണ്ണനും താങ്ങും തണലുമായിട്ട് ആ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്.